ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടി പോവാട്ടോ. സംഭവം ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഒരുമിച്ച് പഠിക്കണമെന്നില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്കൊന്ന് മീറ്റ് ചെയ്യലുണ്ട്. പ്രത്യേകിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഗ്രൂപ്പിൽ മെസ്സേജ് വരും, എന്നാണ് ഒഴിവുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടി അന്ന് പോവാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ നല്ലൊരു ട്രാൻസിഷനാണ് ഉദ്ദേശിച്ചത്, പക്ഷേ ഞാൻ വിചാരിച്ചത്ര ശരിയായില്ല. അപ്പോൾ മുഖത്ത് 2 കുരുവൊക്കെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. എനിവേ ഞാനിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് വേറൊരു ഫ്രണ്ട് ഉണ്ട്, അവളിനി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇനി അവരുടെ അവിടേക്ക് പോകണം. അങ്ങനെ ഞങ്ങൾ നടന്നിട്ടാട്ടോ പോണത്. അങ്ങനെ ഫസ്റ്റ് തന്നെ നിസനെയും വിളിച്ചു, പിന്നെ അത് കഴിഞ്ഞിട്ട് ഫാത്തിമയുടെ അവിടേക്ക് പോയി. ഇനി ആരുമില്ല, ഞങ്ങൾ 4 പേരും തന്നെയാണ് ഞാൻ പറഞ്ഞ ഫ്രണ്ട്സ് ഗ്യാങ്. ഞങ്ങളൊരു 8ാം ക്ലാസ്സിൽ നിന്ന് ഉണ്ടായിട്ടുള്ളൊരു ഗ്യാങ്ങാണ് കേട്ടോ ഇത്. അതിപ്പോഴും ഇങ്ങനെ തന്നെ പോകുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കൂരിക്കുഴിയിൽ കമ്പനിക്കടവിലുള്ളൊരു ബീച്ചാണ്. അപ്പം ഞങ്ങളിത് മുമ്പ് ഇതുപോലെ ഒരു വട്ടം വന്നിട്ട് അവിടെ ഒരു നല്ലൊരു ചായക്കട ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും അത് തന്നെയാണ് ഇന്നത്തെ പ്ലാന്. അപ്പം മറ്റേ ഡോറയും പൂജയൊക്കെ പോകുന്ന പോലെ കുറേ കാടും മലയൊക്കെ കടന്നിട്ടാണ് നമ്മൾ ഇവരെ പിന്നാലെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, കുറേ നാളെത്തിയിട്ട് കാണാണ്ടിരുന്നിട്ട് കണ്ടപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളാണ് ഈ ചോട്ടാ ഭീമും ചുക്കിയൊക്കെ. എന്തായാലും കുറേ കാടും തോടൊക്കെ കടന്നതിന് ശേഷം ഞങ്ങളിതിവിടെ ബീച്ചിൻ്റെ ഒരു വെളിച്ചമൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മാപ്പ് എന്ന് പറയുന്നത് ഫാത്തിമയായിരുന്നു. കാരണം അവളെ വീടിൻ്റെ അടുത്താണ് ഈ ബീച്ച്, സോ സ്വാഭാവികമായിട്ടും അങ്ങനെ ആവുമല്ലോ. ഇനി ഞങ്ങൾക്ക് കുറേ ഫോട്ടോ എടുക്കണം, റീൽസ് എടുക്കണം, സ്റ്റോറി ഇടണം, വെറുപ്പിക്കണം, ഇതൊക്കെയാണ് ഇനി ഉള്ള പരിപാടികൾ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ക്ലാരിറ്റിയും സ്ഥലവും വെളിച്ചമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് തനു. A few moments later. ஆசை புன்னகை மூஞ்சையில் மூஞ்சி 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 மூஞ்சியில். എന്തോ ഭാഗ്യത്തിന് കൊട കൈ പിടിച്ചത് നന്നായി, അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ പെട്ടേനെ. സംഭവം കുറച്ച് വെയിൽ എവിടേക്കും ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ പോയിട്ട് കുറുക്കൻ്റെ കല്യാണം ഉണ്ടാവും ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞൊന്ന് നടന്നപ്പോഴാട്ടോ നല്ല രീതിയിലൊരു റെയിൻബോ ഒക്കെ കാണാൻ. അങ്ങനെ ആദ്യം തന്നെ കുറച്ച് മഴനൊക്കെ കാണിച്ച് പേടിപ്പിച്ചെങ്കിലും പിന്നെ കാലാവസ്ഥ ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് വേണ്ട ഫോട്ടോസും വീഡിയോസും എസ്തെറ്റിക് ആയിട്ടും അല്ലാണ്ടായിട്ടും ഞങ്ങൾ എടുത്തു. അതിനുശേഷം ഞങ്ങൾ ഇനി നടന്നു പോവുകയാണ് ഇങ്ങോട്ട് ചായ കുടിക്കാൻ. കാരണം അതാണല്ലോ ഇന്നത്തെ വരവിൻ്റെ പ്രധാന ലക്ഷ്യം. പക്ഷെ അവിടെ ചെന്നപ്പോൾ വീണ്ടും അങ്ങനെ വട്ടത്തിലും ചതുരത്തിലൊക്കെ മൂഞ്ചിയതിന് ശേഷം ഞങ്ങൾ വേഗം അവിടെ നിന്ന് തിരിച്ചു പോന്നു. പിന്നെ വഴി കണ്ട ഒരു കടയിൽ നിന്ന് ഒരു 7-Up കുറുകുറൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി.